ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യസ് ഹോംലി ടിപ്സ് ആൻഡ് ട്രിക്സ്. എന്റെ ബാക്ക്ഗ്രൗണ്ടില് ഇവിടുത്തെ കൊച്ചു പട്ടിയാണ് കരയുന്നത്. അപ്പുറത്തുകൂടെ കുറച്ച് പട്ടികൾ പോകുന്നത് കണ്ടിട്ട് ബഹളം വെക്കുവാണ്. വീഡിയോയിൽ ഇന്ന് മൈക്കില്ല, മൈക്ക് ഓഫ് ആയിപ്പോയി. ഞാൻ വീഡിയോസ് ഒക്കെ ഫുൾ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മൈക്ക് ചാർജ് ഇല്ലായിരുന്നു എന്ന് അറിയുന്നത്. അതുകൊണ്ട് ഓഡിയോ കിട്ടിയിട്ടില്ല. അപ്പൊ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു വീഡിയോ. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ഉണ്ട്, എന്റെ സൗണ്ടിന് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഹെയറിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്. അതായത് എന്റെ മുടി നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുള്ള ഫോട്ടോയും അതേ സെയിം ഡ്രസ്സിൽ ഞാൻ ഇപ്പോഴത്തെ എന്റെ റീസെന്റ് ഫോട്ടോയും. അപ്പൊ ഡാമേജ് ആയിട്ടുള്ള മുടിയുടെ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഒരു 4-5 മാസം മുമ്പാണ്. മറ്റേ ഫോട്ടോ ആഫ്റ്റർ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഇന്നാണ്. അപ്പോൾ ആ ചേഞ്ചിലേക്ക് ഞാൻ കൊണ്ടുവന്ന സ്റ്റോറിയാണ്. എന്റെ ഹെയർ കെയർ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ശരികൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും ചെയ്തിട്ടുള്ള റുട്ടീനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഫാസ്റ്റ് റിസൾട്ട്, ഒറ്റ ഹെയർ പാക്ക് കൊണ്ട് മുടി തിക്കാവുന്ന റിസൾട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ മുടിയൊക്കെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി. ഇതിൽ കുറച്ച് എന്റെ ലൈഫ് സ്റ്റോറിയാണ്, എന്റെ ഹെയർ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ എന്റെ ഹെയർ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറുപ്പത്തിലാണ്. ചെറുപ്പത്തിലേ എനിക്ക് മുടിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി വളർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണ കാച്ചി തേക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞ സമയത്ത് എണ്ണ കാച്ചി, അതായത് കുറച്ച് സാധനങ്ങൾ, ഈ കാച്ചുന്ന കുറച്ച് സാധനങ്ങൾ ഇട്ട് എണ്ണ കാച്ചി തേച്ചാൽ മുടി വളരും. അങ്ങനെ ആരോ പറഞ്ഞിട്ട്, ഞാൻ 1 മുതൽ 4 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. അപ്പൊ ആരോ പറഞ്ഞിട്ട് ബ്രഹ്മി ഇട്ട് എണ്ണ കാച്ചി തേച്ചാൽ മുടി വളരുമെന്ന് കേട്ടിട്ട് ഞാൻ ആദ്യം ചെയ്തതാണ്. നമ്മള് സ്കൂളിൽ പോകുന്നത് ഒരു പാടത്തിലൂടെയാണ്. അപ്പൊ ഈ പാടത്ത് ഇഷ്ടം പോലെ ബ്രഹ്മി ഇങ്ങനെ തഴച്ചു വളർന്ന് കിടപ്പുണ്ട്. അത് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് അമ്മ അറിയാതെ എണ്ണ കാച്ചി. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ഇത് കണ്ടുപിടിച്ചു. അമ്മ കണ്ടുപിടിച്ചിട്ട് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഞാൻ കാച്ചി തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ, അമ്മ വഴക്ക് പറയത്തില്ല, ഇതൊക്കെ ചെയ്താൽ വഴക്ക് പറയത്തില്ല, ഇതൊന്നും വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെ അമ്മ എനിക്ക് അന്ന് എണ്ണയൊക്കെ കാച്ചി തന്നു. ഞാൻ കാച്ചി എണ്ണ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് സ്മെല്ലായിപ്പോയി. അതായത് എണ്ണ കാച്ചത് ശരിയായില്ല, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ്. ഫസ്റ്റ് മിസ്റ്റേക്കും ഞാൻ പഠിച്ച കാര്യം അതാണ്. നമുക്ക് അറിയാത്ത കാര്യം, എണ്ണ കാച്ചുന്നത് അറിയത്തില്ലെങ്കിൽ അത് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത് അബദ്ധമായി പോകും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ കാച്ചി തന്ന എണ്ണയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്കൂളിലേക്ക് കടന്നു. 5 മുതൽ 10 വരെയുള്ള സ്കൂള് വേറെ ആയിരുന്നു. അപ്പൊ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്റെ ക്ലാസ്സിൽ തന്നെ മുടിയുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇവരുടെ മുടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് നല്ല മുടി വേണം, നീളമുള്ള മുടി വേണം. പക്ഷെ എനിക്ക് മുടിയില്ല. എന്റെ മുടി എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ വരുള്ളൂ, ഇവിടെ വെച്ച് കെട്ടി ഇവിടെ കിടക്കും. അങ്ങനെ ഈ ഉച്ചിയിൽ വെച്ച് കൊച്ചു പിള്ളേർ കെട്ടുന്ന പോലെ, കൊച്ചുകുട്ടിയായിരുന്നു, അത് വേറെ കാര്യം. അപ്പൊ കൊച്ചു പിള്ളേർ കെട്ടുന്ന പോലെ ഇങ്ങനെ കെട്ടി ഞാനൊരു 6-7 ക്ലാസ് വരെ അങ്ങനെ ആയിരുന്നു. മുടി തീരെ കുറവായിരുന്നു, ഇവിടം വരെയൊക്കെ ഉള്ളായിരുന്നു. എന്റെ മുടി എപ്പോഴും വെട്ടി നിർത്തുമായിരുന്നു, മുടി വളരാൻ അനുവദിക്കത്തില്ല. എനിക്ക് എന്നും അങ്ങ് പനിയും അതുപോലെ ഓരോരോ ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ മുടി ആ ഒരു പ്രായത്തിൽ വളരുന്ന അത്രയും മുടിയൊക്കെ വളർന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മുടി വളർത്താനുള്ള ആഗ്രഹം ശരിക്കുമുള്ള രീതിയിൽ ഞാൻ ഇനി എന്റെ മുടി വെട്ടരുത്, എനിക്ക് വളർത്തണം എന്ന് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ് ഒക്കെ ആയി. അപ്പൊ അന്ന് മുതൽ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി റിസർച്ചിലാണ്. മുടി വളരാൻ എന്ത് ചെയ്താൽ മുടി വളരും. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞു. അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ, ടിവിയും അന്ന് എൻ്റെ വീട്ടിലൊന്നും ടി വി ഒന്നും ഇല്ല ആ സമയത്ത്. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞാൻ അറിഞ്ഞു, ഈ ഒരു കുഞ്ഞു ബുക്കിനകത്ത് ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ വരുന്ന ബുക്കുണ്ട്, അത് അവളുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് ഈ ബുക്ക് വായിച്ചു നോക്കി. ഇതില് ചെയ്യുന്നത്, അത് നമ്മൾ ആ സ്കൂൾ ടൈമിൽ, ആ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിക്കുന്ന സമയമാണ്. കാരണം എന്നെ കാണാൻ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു, വെയിറ്റും ഇല്ല, ഹൈറ്റും ഇല്ല, മുടിയില്ല, ഒന്നുമില്ല. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുന്ന, അങ്ങനെ ബോഡി ഷേമിങ്ങിൽ ഭയങ്കര വേദനിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അങ്ങനെ മുടി വളർത്തണം, മുഖം നല്ല കളറൊക്കെ വരണം, അന്ന് അങ്ങനത്തെ ചിന്തയൊക്കെ ഉള്ളൊരു, അങ്ങനെ ബോഡി ഷേമിങ്ങിന്റെ പ്രതിഫലനമാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ ബ്യൂട്ടി ടിപ്സുകളൊക്കെ തേടി അലഞ്ഞു നടക്കുന്ന സമയത്ത് ഇത് പോയി വായിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ഞാൻ അതിൽ കണ്ട കുറെ ബ്യൂട്ടി ടിപ്സുകളൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി, മുടിയിലും സ്കിന്നിലും ഒക്കെ. അപ്പൊ അങ്ങനെ മുടിയിൽ ട്രൈ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ അമ്മയോട് എന്റെ തന്നെ ഒരു കസിൻ ചോദിക്കുന്നത് ഞാൻ കേട്ടത്. അതായത് അമ്മയ്ക്ക് എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മുടിയെല്ലാം പോയിട്ട് നൂല് പോലായി മുടി. അപ്പൊ ഈ മുടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മ
ഒരു ഹെയർ പാക്ക് അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എന്റെ അമ്മയോട് ചോദിച്ചു അന്ന് എന്തായിരുന്നു ചെയ്തതെന്ന് പറഞ്ഞതാ പുള്ളിക്കാരിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ അമ്മ അത് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ മുടി വളരാൻ തലയിൽ ഹെയർ പാക്കുകളൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാൻ അമ്മയോട് അതെന്താന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ എനിക്കത് പറഞ്ഞു തന്നു, അത് ചെയ്തും തന്നു. എന്താണോ ഹെയർ പാക്ക് അത് അമ്മ ചെയ്തത്. അങ്ങനെ അത് ഞാൻ ട്രൈ ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു ടോപ്പിക്കൽ ഹെയർ പാക്ക് യൂസ് ചെയ്തത്, ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് അമ്മ പറഞ്ഞു തന്ന ഒരു ഹെയർ പാക്കാണ്. അത് ഉലുവ വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ അതിനെ പറ്റി ചെയ്യാം. അങ്ങനെ ഒരു ഹെയർ പാക്ക് ഞാൻ ഒരു 6-7 കാലഘട്ടത്തിൽ എന്തോ ആണ് അതിനെപ്പറ്റി ഒരു വിവരം കിട്ടുന്നത്. അന്ന് മുതൽ ഞാൻ ഒരു +1 +2 കാലം വരെയും ഞാൻ ആ പാക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാനത് കാരണം സ്കൂളിൽ പോകുന്ന സമയമല്ല, അപ്പൊ ആഴ്ചയിൽ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ. ആഴ്ച ഒരിക്കൽ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ഹെയർ കെയർ റുട്ടീൻ സ്റ്റാർട്ടായി. അന്ന് അവിടെ മുതൽ എനിക്കൊരു ഹെയർ കെയർ റുട്ടീൻ സ്റ്റാർട്ടായി. അങ്ങനെ ആ റുട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്തു. അപ്പം എണ്ണയൊക്കെ നല്ലപോലെ തേക്കും, ഇങ്ങനെ ഹെയർ പാക്ക് ഒക്കെ ഇടും. അപ്പൊ മുടി കുറച്ച് വളരാൻ തുടങ്ങി. പക്ഷേ അടുത്തൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്തത്, മുടിയിൽ നിറച്ചു മുടിക്കായായി. അതായത് എന്റെ ഒരു മുടിയിൽ തന്നെ ഒരു 100ഓളം മുടിക്കായ ഉണ്ടായിരുന്നു. അതും എന്റെ കഷ്ടകാലത്തിന് എനിക്ക് മുടിയുടെ മേള് മുതൽ താഴെ വരെ മുടിക്കായ ഉണ്ടായിരുന്നു. അപ്പം വെട്ടിക്കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വെട്ടി മൊട്ടയടിക്കേണ്ടി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തം പൊട്ടിപ്പോകും. അപ്പൊ ഇത് മുടിക്കായാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈരാണെന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെ ഞാൻ ഇത് വെച്ചോണ്ട് നടന്നു. എനിക്ക് നാണക്കേട് കൊണ്ട് ഞാൻ ഇത് മുടി പിന്നിട്ടോണ്ടൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് മുടിക്കായാണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് എനിക്കും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് ഇത് മുടി ഇതൊക്കെ പൊട്ടിപ്പോകാൻ തുടങ്ങി. അപ്പം ഇതെനിക്ക് വരാൻ കാരണം എന്റെ കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കുളിക്കുന്നതും സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഈ നനഞ്ഞ മുടി കെട്ടിവെക്കും, നമുക്ക് അറിയത്തില്ലല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നനഞ്ഞ മുടി കെട്ടി വെച്ചിട്ടാണ് മുടിക്കായ വന്നത്. ഇപ്പൊ ഈ മുടി ഇത് കായ കൂടിയപ്പോ നാണക്കേട് കാരണം ഞാൻ പിന്നെ നനഞ്ഞ മുടി പിന്നിട്ടുകൊണ്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഒന്നുകൂടി മുടിക്കായ സ്പ്രെഡായി. ഒരു 10ാം ക്ലാസ് വരെ തല നിറച്ച് മുടിക്കായായിരുന്നു. അതും പുറത്തേക്ക് നല്ലപോലെ കാണാൻ പറ്റും. വെള്ള കളറായിരുന്നു. 2 കളറാണുള്ളത്, വെള്ളയും കറുപ്പും. അപ്പൊ എന്റേത് വെള്ള കളറായിരുന്നു. അത് കഴിഞ്ഞ് +1 +2 എത്തി. അപ്പോഴും ഈ മുടിക്കായ ഉണ്ടെങ്കിൽ മുടി കുറേയൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഈ +1 +2 കാലഘട്ടം വേറൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരു കാലം. കാരണം നമ്മൾ കുറച്ചുകൂടി ബ്യൂട്ടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് കിടക്കുന്ന ഒരു കാലമല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ മുടി ഇങ്ങനെ തേച്ച് കഴുകി പറത്തിയിട്ടോണ്ട് നടക്കുന്ന ഒരു കാലം. അങ്ങനെ തേച്ച് കഴുകി പറത്തിയിട്ടോണ്ട് നടക്കുന്നത് കൊണ്ടും ആ റുട്ടീൻ ഒന്ന് മാറിയത് കൊണ്ടും മുടി വളരാനും തുടങ്ങി. മുടി കുറച്ച് കാണാനായിട്ട് കുറച്ച് ഇങ്ങനെ ബുമ്മെന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങി. എന്റെ 10ാം ക്ലാസ് വരെയുള്ള എന്റെ മുടി സ്ട്രക്ചർ എന്ന് പറയുന്നത്, മുടി ഇങ്ങനെ നമ്മൾ അടിയിൽ ക്ലിപ്പ് ഇടുമ്പം മൂന്ന് ചുരുണ്ടി ഇങ്ങനെ മൂന്നായിട്ട് ഇങ്ങനെ ചുരുണ്ടി കിടക്കും. അത് മുടി ഒരുപോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് താഴോട്ടല്ല. ആദ്യം ഒരു കുഴലപ്പം പോലെ ഒരു ചുരുള്, പിന്നെ അടുത്ത ചുരുള്, പിന്നെ അടുത്ത ചുരുള്, അങ്ങനെ 3 ചുരുള്. അങ്ങനെയായിരുന്നു മുടിയുടെ തുമ്പ്. എനിക്ക് ആ മുടി ഇഷ്ടമേ ഇല്ലായിരുന്നു. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ആ മുടി തിരുപ്പനൊക്കെ കിടക്കുന്ന പോലെ കിടക്കണം എന്നായിരുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടാണോ ആഗ്രഹം കൊണ്ടാണോ എന്തോ എനിക്ക് +1 +2 എത്തിയപ്പം എന്റെ മുടി അങ്ങനെ, അതായത് ഒരു വെപ്പുമുടി ഇരിക്കുമല്ലോ, പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ വെക്കുന്ന 30 രൂപ 40 രൂപ ഒക്കെ കൊടുത്തൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് തിരുപ്പൻ, അതേപോലൊരു സ്ട്രക്ചറായിട്ട് മാറി. എനിക്ക് അന്നത് ഭയങ്കര കാര്യമായിരുന്നു. കാരണം എന്റെ മുടി കണ്ടാൽ ഭയങ്കര ഉള്ളു തോന്നിക്കും, തിരുപ്പം പോലെ ഇരിക്കും, ആർട്ടിഫിഷ്യൽ ലുക്ക്, അടിപൊളി. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് അത്ര അടിപൊളി ലുക്കല്ല, വലിയ ഭംഗിയൊന്നും അല്ല അത് മാത്രമല്ല മുടി ഡാമേജ് ആയതുകൊണ്ടാണ് അങ്ങനെ ഉള്ളതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ അന്ന് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി ഷാമ്പു ചെയ്യുമായിരുന്നു. ഡെയിലി ഞാൻ ഷാമ്പു ഇല്ലാത്ത ദിവസം സോപ്പ് ഉപയോഗിച്ച് തല കഴുകുമായിരുന്നു. അങ്ങനെ എന്റെ മുടി ഫുള്ള് ഡാമേജ് ആയി, ഡ്രൈ ആയി. അതിന്റെ കൂടി ഈ മുടിക്കായ ഉണ്ടായിട്ട് ഈ മുടിയെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ +2 കഴിഞ്ഞതോടുകൂടി എന്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോയി. അങ്ങനെ മുടിയുടെ ആ ഉള്ളെല്ലാം കുറഞ്ഞു, നീളമെല്ലാം കുറഞ്ഞ് അങ്ങ് ഡാമേജ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു ഹെയർ റുട്ടീനിലോട്ട് ഞാൻ വരുന്നത്. അപ്പം +2 കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി. ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഫിറ്റ്നസ് ട്രെയിനർ ആണ്. ഞാൻ ഇപ്പോഴും അന്ന് തുടങ്ങിയ ജോലി ഇപ്പോഴും ഞാൻ അത് തന്നെയാണ്, ഫിറ്റ്നസ് ട്രെയിനർ ആണ്. ഇപ്പൊ ഞാൻ സൂംബ ഇൻസ്ട്രക്ടർ ആണ്. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ അന്ന് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നു.
അപ്പൊ അങ്ങനെ ഞാൻ ഫിറ്റ്നസ് ഫീൽഡിലേക്ക് വന്നു. അപ്പൊ എന്റെ റൂട്ടീൻ കംപ്ലീറ്റ്ലി മാറി. അതായത് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ രാവിലെ പോകണം. 7 മണിയാകുമ്പോൾ ക്ലാസ് തുടങ്ങും. അപ്പൊ എനിക്ക് ഒരു 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം കുറച്ച് ദൂരെയായിരുന്നു. അപ്പൊ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഒരു 10 മണി 11 മണിയാകുമ്പോൾ തീരും. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന് പോകുന്ന യാത്രാ ടൈമും ഫുഡിന്റെ ടൈമും എല്ലാം കഴിയുമ്പോൾ ഹെയർ കെയർ ചെയ്യാൻ സമയമില്ല. കാരണം എന്റെ മുടി ഉണങ്ങാൻ നല്ല സമയം എടുക്കും. പിന്നെ രാത്രിയിലാണ് എനിക്ക് ഇച്ചിരി സമയം കിട്ടുന്നത്. ഇപ്പൊ ഈ രാത്രിയിൽ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങി. ഹെയർ പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഇടും. എന്നിട്ട് കഴുകും, മുടി ഉണക്കും, കിടന്നുറങ്ങും. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ രാത്രി എണ്ണ തേച്ചിട്ട് കിടക്കും. അല്ലെങ്കിൽ തലയിൽ എന്തെങ്കിലും കറ്റാർവാഴ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചുകൊണ്ട് കിടക്കും. ഇങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി എന്റെ മുടി എന്റെ ഹെൽത്ത് മോശമായി തുടങ്ങി. അതായത് എനിക്ക് സൈനസിന്റെ പ്രശ്നം വന്നു. അപ്പം എന്റെ വീടിന്റെ താഴെ കുറെ കമന്റ്സ് വരാറുണ്ട്, രാത്രിയിൽ തേച്ചുകൊണ്ട് കിടന്നാൽ മതിയോ, അല്ലെങ്കിൽ എണ്ണ രാത്രി തേച്ചാൽ മതിയോ, ഈ പാക്ക് രാത്രി തേച്ചാൽ മതിയോ. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, എന്റെ അനുഭവമാണ് പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. രാത്രിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഭാവിയിൽ സൈനസ് പോലത്തെ പ്രശ്നം, സൈനസ് വന്ന് ഉള്ളവർക്കറിയാം, നല്ല ബുദ്ധിമുട്ടാണ് സൈനസ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നീർക്കെട്ടോ ഈ സൈനസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അലർജി ആവും. പിന്നെ നമുക്ക് ഒന്നും തലയിൽ തേക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പൊ എനിക്ക് ഒരുപാട് സമയം ഒന്നും തലയിൽ തേച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, തുമ്മൽ വരും. അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് പറയുന്ന പോലെ ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മിതമായിട്ടുള്ള രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. എന്റെ വീഡിയോ കണ്ട് കുറെ പേര് ചോദിക്കാറുണ്ട്, ഈ പാക്കറ്റ് എല്ലാ പാക്കോട് ചേച്ചി പറയുന്നതിൽ ഏതാ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് ഞാൻ ആക്ച്വലി ഹെയർ പാക്ക് ഒന്നും അല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, ഇതൊരു റുട്ടീനാണ്. ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മുടി വളരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെ കഴിക്കണമെന്ന് പറയുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ കെയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന ഹെയർ പാക്കുകൾ, അതിന് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഹെയർ പാക്കുകൾ കാണും. അപ്പൊ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തിട്ട് സ്യൂട്ടബിൾ ആവുന്നത് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക. അപ്പൊ ഞാൻ തന്നെ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ മുടിയിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട്. അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. മുടി ഡ്രൈ ആക്കി പൊട്ടിക്കളഞ്ഞതുകൊണ്ട്, മുടി നല്ല ഹെൽത്തി ആക്കിയതുകൊണ്ട്. അപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞ് കണ്ടിന്യൂസ് ചെയ്ത് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതിനെ അവോയ്ഡ് ചെയ്യുക, നല്ലതിനെ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് കൊറോണ ടൈമാണ്. അപ്പൊ ഈ കൊറോണ ടൈമിൽ ഞാൻ ചെയ്തതെന്ന് പറയുന്നത്, നമുക്ക് ഒരുപാട് സമയമുണ്ട്, ജോലിക്കൊന്നും പോകണ്ട, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ എന്റെ മുടി കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്റെ ഹെൽത്തും കൂടി കെയർ ചെയ്യാൻ തുടങ്ങി. അതിന് മുമ്പെന്ന് പറയുന്നത് ഞാൻ എന്റെ ഹെൽത്ത് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നില്ല. അത് മാത്രമല്ല, ഈ കൊറോണ ടൈമിൽ ഇഷ്ടം പോലെ കടലയും പയറും ഒക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതൊക്കെ എന്റെ ഭക്ഷണത്തിൽ ഞാൻ ആഡ് ചെയ്തു. ഇത് കൂടാതെ ഒരുപാട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വെയിറ്റ് ഗെയിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതിലേക്ക് മുടി വളരാൻ ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്തപ്പോൾ അതെനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വന്നു. അങ്ങനെ ഈ കൊറോണ ടൈമിൽ അത്രയും നാളെ ഒരു 2-2.5-3 മാസത്തോളം അടഞ്ഞു കിടന്ന സമയം, അത് കഴിഞ്ഞിട്ടുള്ള എന്റെ മുടി ഭയങ്കര തിക്കായിരുന്നു, ഭയങ്കര നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. എനിക്ക് തന്നെ മനസ്സിലായി എന്റെ മുടി നല്ല അടിപൊളി, എന്റെ മുടി ഇത്ര അടിപൊളിയായി എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഡയറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ എന്റെ ഡയറ്റിൽ ഞാൻ ശ്രദ്ധിച്ചു, ഹെയർ കെയറിൽ ഞാൻ ശ്രദ്ധിച്ചു. ഹെയർ കെയറിൽ കുറച്ചുകൂടി വ്യത്യാസം കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് ഡെയിലി മുടി കഴുകാൻ പറ്റാത്തൊരവസ്ഥ, സൈനസ് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ ദിവസവും തല കഴുകരുത്, തണുത്ത എണ്ണയൊന്നും അധികം വെക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു റുട്ടീനായിരുന്നു ഞാൻ പിന്നെ ഫോളോ ചെയ്തത്. അപ്പൊ അത് കാരണം എന്റെ മുടി കുറച്ചുകൂടി ഹെൽത്തി ആയതായിട്ട് എനിക്ക് തോന്നി എല്ലാ ദിവസവും കഴുകാതിരുന്നപ്പോൾ. നേരത്തെ എല്ലാ ദിവസവും ഞാൻ മുടി കഴുകുമായിരുന്നു. അപ്പൊ എന്റെ മുടി ഒരു പിരിപിരാന്നിരിക്കും, ഈ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിരിപിരാന്നിരിക്കും. പക്ഷെ എല്ലാ ദിവസവും മുടി കഴുകാത്തപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ആ ഒരു റുട്ടീനാണ് ഇപ്പൊ ആ കൊറോണ ടൈമിലുള്ള റുട്ടീനാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഹെൽത്ത് നോക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ മുടി നോക്കുന്നുണ്ട്. അങ്ങനെ പോയി, അങ്ങനത്തെ ആ ഒരു കാലഘട്ടം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കൊറോണയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന സമയമായപ്പം മുടി ശ്രദ്ധിക്കാൻ പറ്റാതായി, ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റാതായി. അങ്ങനെ പോയി 2022 ആയപ്പം എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. 2022 ഒരു ആദ്യം സ്റ്റാർട്ടിങ് ഒരു മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പൊ ഞാനത് തിരിച്ചറിഞ്ഞത് ഒരുപാട് വൈകിട്ടാണ്, മുടിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് സ്റ്റാർട്ട് ചെയ്തത് ജോയിന്റ് പെയിനിലാണ്. എനിക്ക് ആദ്യം ഷോൾഡറിന്റെ അവിടെ പെയിൻ വന്നു. എനിക്ക് ചെറുപ്പത്തിലേ ഷോൾഡറിന്റെ അവിടെ പെയിൻ ഉള്ളതാണ്. അപ്പൊ ആ പെയിനിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതൊക്കെ എനിക്ക് അവിടെ ഭയങ്കര പെയിനായി. എനിക്ക് കുനിയാൻ വയ്യ, നിവരാൻ വയ്യ, തുണി കഴുകാൻ വയ്യ, ആ ഒരു പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് പെതുക്കെ എനിക്കത് കഴുത്തിന് പെയിനായി തുടങ്ങി, കഴുത്തിന്റെ ബാക്ക് ബോണിന് പെയിനായി. അപ്പൊ ഞാൻ വിചാരിച്ചത് മുടി ഉള്ളതുകൊണ്ട് മുടി ഇങ്ങനെ പിടിച്ച് കെട്ടുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് മുടി കെട്ടാറുള്ളത്. ഞാൻ എന്നെ കണ്ടിട്ടുള്ള നല്ലൊരു ശതമാനം ആൾക്കാരും മുടി ഇവിടെ വെച്ച് കെട്ടിയേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ.
മുടി അയച്ചിടത്തില്ല, കാരണം മുടി ഡാമേജ് ആയി പോകുമെന്ന് പറഞ്ഞിട്ട് മാക്സിമം ഞാൻ അയച്ചിടത്തില്ല, എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴല്ലാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും. അങ്ങനെ പോയി കുറച്ചുകൂടെ കഴിഞ്ഞപ്പം കാൽമുട്ടിന് പെയിൻ വരാൻ തുടങ്ങി. ഒരു മുട്ടിന് ആദ്യം വേദന വന്നു. ആ വേദന ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ ട്രെയിനറല്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഇത്രയും വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്ലേ, അപ്പം സ്വാഭാവികമായിട്ടും ഹെൽത്ത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത മുട്ടിലൂടെ പെയിനായി. അപ്പോഴും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, അങ്ങ് മാറിക്കോളുമായിരിക്കും. പിന്നെ ഭയങ്കര പെയിനായി, എൻ്റെ ഹെൽത്ത് വളരെ മോശമായി തുടങ്ങി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ആയുർവേദത്തിലാണ് പോയത്. മരുന്ന് വാങ്ങിച്ചു, മരുന്ന് കഴിച്ചു. പക്ഷെ കുറവായില്ല. കുറച്ച് നാളൊന്നും ഒരുപാട് നാളൊന്നും കഴിച്ചില്ല, വളരെ കുറച്ച് നാൾ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ 2 മുട്ടിന് വേദന, ഷോൾഡറിന് വേദന, കഴുത്തിന് വേദന, മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ആവുന്നത് ഒരു ഓണ സമയമാകുമ്പോഴാണ്. ഒരു ഓണം അങ്ങോട്ട് കഴിഞ്ഞ എൻ്റെ ഓണത്തിന്റെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നല്ല വൈറലായിരുന്നു. എൻ്റെ ഹെയറിന്റെ വീഡിയോ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ അതാണ്. ആ വീഡിയോ എടുത്തതിന് ശേഷമുള്ള എൻ്റെ മുടി പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അന്നത്തെ ആ മുടി പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുപോലെ മുടി കൊഴിഞ്ഞുപോയി. ഞാൻ എന്നെ തന്നെ എന്താ പറയാ, അത്രയും മുടി പോയിട്ടും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ അത്ര ഞാൻ വീക്കായിരുന്നു, ഹെൽത്ത് വൈസ് വീക്കായിരുന്നു, ഇമോഷണലി വീക്കായിരുന്നു, ആഹാരം കഴിക്കുന്നില്ലായിരുന്നു, ഉറക്കമില്ലായിരുന്നു. പിന്നെ എന്താ പറയാ, ഇങ്ങനത്തെ ബോഡി പെയിന്, ക്ഷീണം, തളർച്ച, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഞാനിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഫേസ് ചെയ്ത് എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പം ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഞാൻ മൊത്തത്തിലൊരു ബ്രേക്ക് എടുത്തു. ഞാൻ എൻ്റെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്ന സമയത്ത് സ്ട്രെസ് മാറാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്തു ആദ്യം സ്ട്രെസ് മാറ്റി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഹാരത്തിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് ഞാൻ ഫേസ് ചെയ്തിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് തിരിച്ച് റിക്കവറായി വരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് ഞാൻ എൻ്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് ഞാൻ അറിയുന്നതും തിരിച്ചറിയുന്നതും. അപ്പോഴത്തേക്ക് എൻ്റെ മുടി ഫുള്ള് പോയിട്ട് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പായി. ഞാൻ ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് മുടി കൊഴിച്ചിൽ സ്റ്റോപ്പായി തുടങ്ങി. പിന്നെ ആ സമയത്ത് ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിരുന്നു. എനിക്കതുകൊണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യാനോ അതിന് മെഡിസിൻ വാങ്ങാനോ ഒന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് പിന്നത്തേക്ക് മാറ്റി വെച്ചു. അത് ഇത്രത്തോളം ഡേഞ്ചർ ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ആ ഡേഞ്ചറസ് സോണല്ല എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേഞ്ചറിലൂടെ എല്ലാം ഞാൻ കടന്നു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ഡേഞ്ചർ എല്ലാം കഴിഞ്ഞു വന്നാൽ പിന്നെ നമുക്കൊന്നും നോക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ ഇതൊക്കെ വെയിൽ കൊള്ളാൻ തുടങ്ങി, തലയിൽ വെയിൽ കൊള്ളിക്കാൻ തുടങ്ങി. വൈറ്റമിൻ ഡി ഉള്ള ആഹാരം എൻ്റെ ഭക്ഷണത്തിൽ തന്നെ അങ്ങനത്തെ ആഹാരങ്ങൾ ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി. എൻ്റെ ഹെൽത്ത് ഞാൻ ആ കൊറോണ ടൈം ആയിരുന്ന സമയത്ത് ഞാൻ എങ്ങനെ നോക്കിയോ അതുപോലെ എനിക്ക് പറ്റത്തില്ലായിരുന്നെങ്കിലും കുറച്ചൊക്കെ ഞാൻ അതുപോലെ എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു റുട്ടീൻ തന്നെ പോയി. ഞാൻ ഈ 2022 ആയപ്പം അതുവരെ ഞാൻ ഫോളോ ചെയ്തൊരു റുട്ടീൻ അല്ല. എന്ന് വെച്ചാൽ ഞാൻ ആഴ്ച ഒരിക്കലെങ്കിലും ഹെയർ കെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ ഈ 2022 കംപ്ലീറ്റ്ലി 2022 ഫുള്ളായിട്ട് ഞാൻ ഒരു രീതിയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ റുട്ടീൻ കംപ്ലീറ്റ്ലി പോയ ഒരു സമയമാണ്. അപ്പൊ അത് പോയ സാധനം തിരിച്ചു കൊണ്ടുവരാൻ ഇച്ചിരി പാടാ. അത് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ട് പെതുക്കെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. മുടി പോയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയി. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും പറഞ്ഞു വെട്ടിക്കള, പകുതിക്ക് വെച്ച് വെട്ടിയിടും, അപ്പം നല്ല ഭംഗിയായിരിക്കും, വളർന്നോളും എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് വിഷമമായിരുന്നു. എങ്ങനെ ഞാൻ വെട്ടിക്കളയുന്നു, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട. ഞാൻ എൻ്റെ കൊച്ചിലെ മുതൽ ഇത്രയും ഒരുപാട് കാര്യം എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. എല്ലാം ഞാൻ ഓരോരുത്തരോട് ചോദിച്ചും മനസ്സിലാക്കി അറിഞ്ഞും ഞാൻ സ്വയമേ ചെയ്തത്. എൻ്റെ കുഞ്ഞിലെ മുതൽ എൻ്റെ മുടി ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ എന്താ പറയാ, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്കുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ മാത്രമാണ് എൻ്റെ മുടി ഇത്രയും നല്ല അടിപൊളിയാവാൻ വേണ്ടി. ഇരുട്ടായി കേട്ടോ, ലൈറ്റ് പ്രശ്നമുണ്ട്. അപ്പൊ അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ മുടി വളർത്തിയത്. അപ്പൊ ചെറുപ്പത്തിലൊക്കെ ആയാലും നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴായാലും ഞാൻ രാത്രിയിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ രാത്രിയിൽ പോയി മുടിയൊക്കെ ചീവി മുകളിൽ വെച്ച് കെട്ടി, എന്നിട്ട് നമ്മുടെ എന്താ റിബൺ ഉണ്ടല്ലോ, റിബൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചിലപ്പോൾ പോകുന്നിടത്ത് ഞാൻ എല്ലായിട്ടാണ് പോകുന്നത്, എൻ്റെ ചീപ്പ് റിബൺ എല്ലായിട്ടാണ് പോകുന്നത്. എന്നിട്ട് അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് വലിച്ചു കീറി ഒരു നാട പോലെ ആക്കിയിട്ട് അത് വെച്ചിട്ട് മുടി കെട്ടി കടന്നുറങ്ങും. അത്രയും ഞാൻ കെയർ ചെയ്യുമായിരുന്നു എൻ്റെ മുടി. എല്ലാരും കളിയാക്കിയിട്ട് പോലും ഞാൻ ആ റുട്ടീൻ, അന്ന് തുടങ്ങിയ റുട്ടീന് അത് ഞാൻ 2022 വരെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. പിന്നെ 2022 തൊട്ട് ഫുള്ള് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ 2023 പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മുടി പെതുക്കെ തിരിച്ചു. അപ്പം മുടി വെട്ടിക്കളയാൻ എല്ലാവരും പറഞ്ഞപ്പം ഞാൻ ആദ്യം കുറച്ച് മുടി അത്യാവശ്യം നീളത്തിൽ വെട്ടി.
പിന്നെ എനിക്ക് വെട്ടാൻ തോന്നിയില്ല. കാരണം വെട്ടി കഴിഞ്ഞിട്ട് വെട്ടുമ്പോൾ ഹെൽത്തി ആണെങ്കിലും വളർന്നിറങ്ങുന്നത്, കാരണം മുടിയുടെ ഹെൽത്ത് മൊത്തം പോയി, ഉള്ളിൽ നിന്നേ ഹെൽത്ത് പോയി, അപ്പം പുറമേയും ഹെൽത്ത് ഇല്ല, വളർന്നു വരുന്ന മുടിക്ക് ഹെൽത്ത് ഇല്ല. അപ്പൊ ഇത് വളർന്നിറങ്ങുമ്പോൾ വീണ്ടും ഡാമേജ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ എന്തിനാ വെട്ടിക്കളയുന്നത്, അതവിടെ നിൽക്കട്ടെ, പെതുക്കെ കട്ട് ചെയ്ത് നിർത്താമെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ എല്ലാ ആഴ്ചയിലും മുടിയുടെ തുമ്പ് കുറേശ്ശെ കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഡാമേജ് ആയിട്ടുള്ള മുടി, നിങ്ങളിപ്പം തമ്മിലിൽ കണ്ട മുടി ഉണ്ടല്ലോ, ആ മുടി ഏകദേശം പകുതി വരെ ഡാമേജ് ആയിരുന്നു. ആ ഡാമേജ് ആയിട്ടുള്ള മുടി ഇറങ്ങുമല്ലോ, വളർന്നിറങ്ങുമല്ലോ, അതെല്ലാം കട്ട് ചെയ്ത് ഡാമേജ് ആയിട്ടുള്ള മുടി എല്ലാം പെതുക്കെ നീളം നിർത്തിക്കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നത്. അപ്പൊ അഴിച്ചിടുമ്പോൾ ഭംഗിയൊന്നുമില്ല, പക്ഷെ എനിക്കൊന്നും വിഷയമായിരുന്നില്ല. അങ്ങനെ കട്ട് ചെയ്ത് നിർത്തി പെതുക്കി ഇത് വളർന്ന് താഴെ വരാറായപ്പോൾ മുതൽ പിന്നെ ഞാൻ മാസത്തിൽ ഒരിക്കലായി കട്ട് ചെയ്യുന്നത്. അത് അങ്ങനെ പോയിട്ട് പിന്നെ അത് ഞാൻ 2 മാസം 3 മാസം ഇരിക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു. ഇപ്പോഴും മുടി ഫുള്ളായിട്ട് തിക്കായിട്ടില്ല, എന്നാലും ഓക്കെയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് മുടി ഇപ്പോൾ ഓക്കെയാണ്. നിങ്ങൾ കണ്ടല്ലോ, റിസൾട്ട് കണ്ടല്ലോ. ഇനി ഞാൻ എന്തായാലും പണ്ടത്തെ ആ മുടി തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മുടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് എൻ്റെ ആ ഒരു ഹെയർ ഗ്രോത്ത് ജേണി എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതൊരു റുട്ടീനാണ്, ഇതൊരു ടിപ്സ് ഒന്നും അല്ല, ഇതൊരു റുട്ടീൻ, ഒരു ലൈഫ് സ്റ്റൈലാണ് ഇത്. ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ മുടി വളർന്നോളും. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുക, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് നിങ്ങളുടെ മുടിയുടെ കണ്ടീഷൻ എന്തോ ആയിക്കോട്ടെ, കാരണം ഞാൻ പോയ ആ ഒരു സിറ്റുവേഷൻ, ഹെൽത്ത് വൈസ് ആയാലും ഇമോഷണലി ഒക്കെ ആയാലും ഞാൻ പോയ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്ര മോശം സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ടും ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് എൻ്റെ ആ മുടി ഞാൻ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും, ഉറപ്പായിട്ടും നിങ്ങൾക്കത് പറ്റും. ഇത്രയും നീളത്തിൽ കയറിപ്പോയ മുടിയാണ് എൻ്റെ, അത്രയും നീളത്തിന് മുകളിൽ വെച്ചിട്ട് ഉള്ളു പോയ മുടിയാ. അത്രയും മുടി ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ല വെട്ടിക്കളയാതെ. കളഞ്ഞിരുന്നെങ്കിൽ ഇത് വളരാൻ ഇനിയും കുറച്ചുകൂടെ കാലം എടുത്തേനെ. പക്ഷെ വെട്ടിക്കളയാൻ നിർത്തിയത് കൊണ്ട് ഉള്ളു പണ്ടത്തെ അത്ര ഇല്ല, അയച്ചിടുമ്പോൾ അത്രയും ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും ഓക്കെ ആയി വരുന്നു. ഇപ്പൊ 2 മാസം കൊണ്ടൊക്കെ അത് ഫുള്ളായിട്ട് ഓക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കത് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഹെയർ പാക്കുകളിൽ എല്ലാവർക്കും ഒന്നും സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നത് സെലക്ട് ചെയ്യുക. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കൊരു റുട്ടീൻ ഉണ്ടാക്കണം. എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു റുട്ടീൻ്റെ ഒരു ഭാഗം, ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒന്നും ജോലി തിരക്കുണ്ടായിരിക്കും. ഇപ്പൊ എനിക്ക് ജോലി തിരക്കുണ്ട്, ഇപ്പൊ എനിക്ക് ഒന്നുകൂടെ തിരക്കാണ്. കാരണം ഞാൻ രാവിലെ എനിക്ക് ക്ലാസ്സസ് ഉണ്ട്, വൈകിട്ട് ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ ഏകദേശം നല്ല സമയം ആവശ്യമാണ്. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാൻ അതിനേക്കാൾ സമയം ആവശ്യമാണ്. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ അതിനേക്കാൾ സമയം ആവശ്യം. അപ്പൊ ഇത്രയും സമയം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ കെയറും എല്ലാം ചെയ്യുന്നത്. അപ്പം അത്രയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കാര്യം നടക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഡെഡിക്കേഷനോടുകൂടി സമാധാനത്തെ വെയിറ്റ് ചെയ്യുക. എൻ്റെ മുടി ഇന്നലെയോ ഇന്നൊന്നും അല്ല, ഞാൻ മുടി പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ബിഫോർ ഫോട്ടോ ഒരു 5-6 മാസം മുമ്പുള്ള ഫോട്ടോയാണ്, ആഫ്റ്റർ ഫോട്ടോ ഇന്നെടുത്ത ഫോട്ടോയാണ്. അപ്പൊ ഇത്രയും നാളത്തെ എൻ്റെ ക്ഷമ, കാത്തിരിപ്പ്, എൻ്റെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ആ റിസൾട്ടിന്റെ പുറകിൽ. അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും നല്ല മുടി കിട്ടും, ഉറപ്പാണ് ആ കാര്യം. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ ആ ഒരു സ്റ്റോറി മാക്സിമം ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. ആ സ്റ്റോറി വിശദീകരിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട് ഒരുപാട് പറയാനായിട്ട്. പക്ഷെ ഇത്തരത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബോറടിച്ചെങ്കിൽ സോറി കേട്ടോ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.